സുവേന്ദു അധികാരിയോട് വെല്ലുവിളിയായിരുന്നു. ജമായത്ത് ഉൽമ ഹിന്ദിൻ്റെ പ്രസിഡന്റ്, പിന്നെ TMCയിലെ മുൻ മന്ത്രിയായിരുന്ന സിദ്ദീഖ് ചൗധരി, ഇവരെല്ലാം കൂടെ വെല്ലുവിളിച്ചത് എന്തിനാണെന്ന് അറിയാമോ? കൊൽക്കത്ത എയർപോർട്ടിൽ പഴയ ഡംഡം വിമാനത്താവളം, ഇപ്പോഴത്തെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം, അതിനകത്ത് ഒരു മോസ്ക് ഇരിക്കുന്നു എന്നുള്ള വാർത്ത, പ്രിയപ്പെട്ടവരെ, ആദ്യം വെളിപ്പെടുത്തിയത് നേരത്തെ ഉള്ളതാണ് കേട്ടോ, നമ്മൾ കണ്ടുപിടിച്ചൊന്നുമല്ല. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളെല്ലാം മറച്ചു വച്ചിരിക്കുകയായിരുന്നു. ആ വാർത്ത പ്രേക്ഷക സമക്ഷം ആദ്യം അവതരിപ്പിച്ചത് ഇന്ത്യ ലൈവാണ്. അത് വലിയ വിവാദമായി. നമ്മുടെ രാജ്യത്തെ മറ്റു മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വന്നു. കാരണം ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ ശ്രദ്ധയിൽ ഈ വിമാനത്താവളത്തിനുള്ളിൽ ഒരു മോസ്ക് ഇരിക്കുന്നു, രണ്ടാമത്തെ റൺവേക്ക് തടസ്സമുണ്ടാക്കുമാറ് ഒരു മോസ്ക് ഇരിക്കുന്നു, അത് നീക്കണമെന്നുള്ള ആവശ്യവുമായി സ്ഥലത്തെ BJP MP സൗരവ് സിക്ദാർ അപേക്ഷ കൊടുത്ത സമയത്ത് തന്നെയാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടത്. അതിനു മുമ്പേ മോസ്ക് ഉണ്ടായിരുന്നു. 136 വർഷം മറ്റോ പഴക്കമുള്ള മോസ്കാണ്. 1890 അവിടെ ഒരു മോസ്ക് ഉണ്ടായിരുന്നു. ആ മോസ്ക് ഇരിക്കുന്ന സ്ഥലം വിമാനത്താവളത്തിന് വേണ്ടി ഏറ്റെടുത്തു. ആ ഗ്രാമം മുഴുവൻ ഏറ്റെടുത്തു. ബാംഗ്ര എന്ന് പറയുന്ന ഈ ഗ്രാമം, ബാംഗ്ര ഗ്രാമം മുഴുവൻ, അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, പള്ളി ഉണ്ടായി, മോസ്ക് ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉൾപ്പെടെ മൊത്തം ഗ്രാമം വിമാനത്താവളത്തിന് വേണ്ടി ഏറ്റെടുത്തു. ആ ഗ്രാമം അതേപടി മധ്യമഗ്രാം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറ്റി. പക്ഷേ അന്ന് പൊളിക്കേണ്ടിയിരുന്നു, ഈ മോസ്ക് പൊളിച്ചില്ല. അത് പൊളിക്കാം എന്ന് വെച്ചുകൊണ്ടിരുന്നു. അമ്പലമൊക്കെ പൊളിച്ചുകൊണ്ട് പോയി, ആളുകൾ വീടുമൊക്കെ പൊളിച്ചുകൊണ്ട് പോയി. പക്ഷേ മോസ്ക് അവിടെ തന്നെ ഇരുന്നു. വിമാനത്താവളം വലുതായി. വിമാനത്താവളത്തിന് വേലി കെട്ടി, മതിൽ കെട്ടി, വിമാനത്താവളത്തിനുള്ളിൽ മോസ്ക് ഇരിക്കുന്നു. അവിടെ ആരാധിക്കാൻ ബംഗാൾ ഭരിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷവും തൃണമൂൽ കോൺഗ്രസും അനുവാദം കൊടുത്തുകൊണ്ടേയിരുന്നു. പക്ഷേ അവിടുത്തെ റൺവേക്ക് 3633 മീറ്റർ നീളമുള്ള റൺവേയുടെ 2832 മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. കാരണം വിമാനത്താവളത്തിൻ്റെ റൺവേയിൽ നിന്ന് നിർമ്മിതികൾ മിനിമം 240 മീറ്റർ ദൂരമെങ്കിലും വേണമെന്നിരിക്കെ ഈ മോസ്ക് റൺവേയിൽ നിന്ന് വെറും 165 മീറ്റർ ദൂരത്തിലാണ് ഇരിക്കുന്നത്. ഒരു കുളവുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ റൺവേ ഉപയോഗിക്കാൻ പറ്റിയില്ല. സുവേന്ദു വന്നതിന് ശേഷം ഈ മോസ്ക് അവിടെ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞപ്പോഴാണ് അതൊന്നും നടക്കില്ല, വേണമെങ്കിൽ വിമാനത്താവളം മാറ്റ്, മോസ്ക് ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞ് പശ്ചിമ ബംഗാളിലെ മുസ്ലിം സംഘടനകളെല്ലാം കൂടെ വലിയ കോലാഹലം, ഒന്ന് തൊട്ട് നോക്ക്, വാടാ, തൊടറാ, പാർക്കലാം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചു. അവർ കരുതിയ ആളൊന്നുമല്ല സുവേന്ദു അധികാരി. സുവേന്ദു പറഞ്ഞു പൊളിക്കും. ഒരു കാര്യം ചെയ്യും, എല്ലാ വെള്ളിയാഴ്ചയും തൃണമൂൽ കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടി ചെയ്തു കൊടുത്തിരുന്ന സഹായം, എയർ കണ്ടീഷൻ ചെയ്ത ഒരു ബസ് അത് പുറത്ത് വന്നിരിക്കും. അതിനകത്ത് പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നവർ കയറും. എന്നിട്ട് റൺവേക്കകത്തൂടെ ഓടി അവിടെ പോയി നിസ്കരിപ്പിക്കും. എന്നിട്ട് തിരിച്ചു കൊണ്ടുവരും. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് കാലങ്ങളായി നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ റൺവേയോട് ചേർന്ന് ഇങ്ങനൊരു സംഭവം അവിടെ ഇരിക്കുന്നതുകൊണ്ട് വിമാനങ്ങൾക്ക് ഇറങ്ങാൻ വയ്യ, എമർജൻസി ലാൻഡിങ് പറ്റില്ല. ആ റൺവേ തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായി, വലിയ വിമാനങ്ങൾ ഇറക്കാൻ പറ്റാതായി. അതൊന്നും പ്രശ്നമല്ല, ഇതൊന്നും മാറ്റുന്ന പ്രശ്നമില്ല, വേണമെങ്കിൽ വിമാനത്താവളം മാറ്റിക്കൊണ്ട് പോകൂ എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കൊപ്പം നിൽക്കേണ്ടുന്ന ഒരു ജനവിഭാഗം ആണ് ഇവരെന്ന് പറയാൻ പറ്റുമോ? ആണെങ്കിൽ ഇങ്ങനെ ഒരു നിലപാടെടുക്കൂ. വിമാനത്താവളം വേണം മാറ്റിക്കോ, പള്ളി മാറ്റുന്നത് നടക്കുന്ന കാര്യമല്ല. വിമാനത്താവളം വരുന്നതിന് മുമ്പേ പള്ളി ഉണ്ടായിരുന്നതാണ്. നമ്മുടെ ഇടുക്കി ഡാമിൽ വെള്ളം ഇറങ്ങുന്ന സമയത്ത് ക്ഷേത്രം പൊന്തി വരാറുണ്ട്. പണ്ടവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു, ഒരു അമ്പലം ഉണ്ടായിരുന്നു, ഒഴിഞ്ഞുപോയി എല്ലാവരും. അങ്ങനെ എത്രയോ സ്ഥലത്ത്, ഇവിടെ എറണാകുളത്ത് ഫൈൻ ആർട്സ് ഹാളിൻ്റെ അടുത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി മാറ്റി സ്ഥാപിച്ചു കൊടുത്തു റോഡുണ്ടാക്കാൻ നേരത്ത്. ഇങ്ങനെയാണ് നാടിൻ്റെ വികസനത്തിന് വേണ്ടി ജാതി മത സാമൂഹിക സംഘടനകളൊക്കെ ചെയ്യുന്നു. നമ്മൾ വ്യക്തികളും സ്ഥലം വിട്ടുകൊടുക്കും. പക്ഷേ ഇവിടെ പറയുകയാണ് വിമാനത്താവളം മാറ്റ്, മോസ്ക് മാറ്റുന്ന പ്രശ്നമില്ല. നോക്കൂ, ഒരു അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അതിനകത്തൂടെ സ്ഥിരമായി എല്ലാ വെള്ളിയാഴ്ചയും നിസ്കരിക്കാൻ ആളുകൾ പോകുന്നു എന്ന് പറഞ്ഞാൽ വലിയ ഗുരുതരമായ സുരക്ഷാ പ്രശ്നമുണ്ട്. വിമാനത്താവളത്തിനകത്ത് അങ്ങനെയൊന്നും ആരെയും കയറ്റാറില്ലല്ലോ. ഇത് പറയുമ്പോൾ ചില ആളുകളൊന്നും പറയും, അല്ല, തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ അകത്തുകൂടി ശ്രീ പത്മനാഭൻ്റെ ആറാട്ട് പോവാറുണ്ട്. ശരിയാണ്, അതിനുവേണ്ടി സ്ഥലം കൊടുക്കുന്ന സമയം മുതലേ ഉള്ള ഒരു വ്യവസ്ഥയാണ്. ആറാട്ട് മുടങ്ങാൻ പാടില്ല. ആറാട്ട് പോകുന്ന വഴി ഏറ്റെടുത്ത്, ആ സ്ഥലം ഏറ്റെടുത്ത് വിമാനത്താവളം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കരാർ വെച്ചിരുന്നു. അതിലൂടെ പാസ് ചെയ്തു പോകും. അത് ആ നിശ്ചിത ദിവസം ഏതാനും മണിക്കൂർ നേരത്തേക്ക് മാത്രമാണ്. അതിലെ പാസ് ചെയ്തു പോകുന്ന എല്ലാ പരിശോധനകളും നടത്തി സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ട് നിരുപദ്രവകരമായി കടന്നു പോവുകയാണ്. വർഷം മുഴുവൻ എല്ലാ ദിവസവും
24 മണിക്കൂറുള്ള ഒരു പ്രക്രിയയല്ല തിരുവനന്തപുരത്തെ ആറാട്ടെഴുന്നള്ളത്ത്. അങ്ങനെ ആറാട്ടെഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നത് ഏതാനും മിനിറ്റുകളുടെ ഒരു പ്രക്രിയ മാത്രമാണ്. അതിനെ കമ്പയർ ചെയ്യണം. അവിടെ ആണെങ്കിൽ പിന്നെ അവിടെ ഇരുന്നുകൂടെ? അങ്ങനെയല്ലല്ലോ. ഒരു പ്രദേശം ഒരു പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള എല്ലാം മാറ്റണം. പക്ഷേ മുസ്ലിമുകൾക്ക് ഈ രാജ്യത്ത് പ്രത്യേക ചില അവകാശങ്ങൾ ഉണ്ടെന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അവർ ധരിച്ചു വെച്ചതല്ല, ഇവിടെ കോൺഗ്രസ് ഭരിച്ച് അവരെ കൊണ്ട് തോന്നിപ്പിച്ചതാണ്. അതുകൊണ്ട് അവർ പറയുന്നത് ഞങ്ങൾ നിങ്ങളെക്കാളൊക്കെ ബുദ്ധിയാണ്, ഞങ്ങൾക്ക് കുറച്ച് കൂടുതലുണ്ട്. സത്യത്തിൽ കുറവേ ഉള്ളൂ. നമുക്കറിയാം ബുദ്ധിയുടെ കാര്യത്തിൽ വളരെ കുറവാണ്. അത് അല്ലെങ്കിൽ പിന്നെ ഇത്രയും സങ്കുചിതമായ ഒരു നിലപാടെടുക്കും. ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിനുള്ളിലെ പള്ളി മാറ്റണം എന്ന് പറയുമ്പോൾ മാറ്റില്ല, വിമാനത്താവളം മാറ്റൂ എന്ന് പറയുക. നോക്കൂ, അങ്ങനെ വെല്ലുവിളി മുടക്കി. അതിനുശേഷം വലിയ സമരം നടന്നു. ജൂലൈ 11-ാം തീയതി ജമായത്തുൽ ഉൽമ നേതാവിൻ്റെ നേതൃത്വത്തിൽ കുറേ ആളുകൾ വിമാനത്താവളത്തിലേക്ക് വലിയ മാർച്ച് നടത്തി. കുഴപ്പമുണ്ട്, സമാധാനപരമായിട്ട് മാർച്ച് നടത്തിയാൽ കൊള്ളാം, എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയ വിവരം അറിയും എന്ന് പറഞ്ഞ് സുവേന്ദു അധികാരി ബംഗാൾ പോലീസിനെ അല്ല CRPFനെ അങ്ങ് വിന്യസിച്ചു. CRPF വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ഈ ജമായത്ത് ഉൽമ ഹിന്ദിൻ്റെ ആളിന് കാര്യം മനസ്സിലായി. കിട്ടിയ ഇരിപ്പതാണെന്ന് മനസ്സിലായിട്ട് പ്രതിഷേധം നിർത്തി വിട്ടിപ്പോയി. അതിൻ്റെ തൊട്ടടുത്ത ദിവസം, പ്രിയപ്പെട്ടവരെ, ഏറ്റവും പുതിയ വാർത്ത ഇതാണ്. വിമാനത്താവളത്തിൽ ഉള്ളിലിരിക്കുന്ന കഴിഞ്ഞ 138 വർഷമായിരുന്ന ആ പള്ളിക്ക് താഴിട്ടു, അടച്ചുപൂട്ടി. ഇനി നിസ്കാരമില്ല. അടുത്ത നടപടി ബുൾഡോസറാണ്. നേരം കുറിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ബംഗാളിൽ ജനങ്ങളുടെ ഇച്ഛയും രാജ്യത്തിൻ്റെ പുരോഗതിയും കാക്ഷിക്കുന്ന ഒരു സർക്കാരുണ്ട് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. 138 വർഷം അവിടെ ഇരുന്ന 1890 മുതൽ ഇരിക്കുന്ന ഒരു പള്ളി രാജ്യത്തെ ഒരു വിമാനത്താവളത്തിന് സുരക്ഷാ ഭീഷണിയാണെന്നറിഞ്ഞിട്ടും ഇക്കാലം അത്രയും, ഈ വർഷാദ്യം വരെയും അവിടെ തുടർന്നോട്ടെ, വിമാനം വേണേ ഇറക്കാതിരിക്കാം എന്നു കരുതി മതപ്രീണനം നടത്തിയ സർക്കാരുകളെ, ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്, മതം രാജ്യത്തിന് ഭാരമാകുന്ന ഒരു കാര്യവും സമ്മതിക്കത്തില്ല എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ബംഗാളിൽ വന്നപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു. ഉറപ്പാണ് അത് പൊളിച്ചു കളയും. ദിവസങ്ങൾ മാത്രം മതി. അതുകൊണ്ട് വളരെ ആശാവഹമായ ഒരു കാര്യമാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ അറിയണം, കൊൽക്കത്തയിൽ പ്രതിഷേധിക്കാൻ വന്നവർ CRPFനെ കണ്ട് വാലും മടക്കി പോയെങ്കിൽ വലിയ പ്രതിഷേധം നടന്നു കേട്ടോ. എവിടെയാണെന്നറിയോ? ബംഗ്ലാദേശിൽ. ബംഗാളിൽ എന്തെങ്കിലും സംഭവിച്ചു. ബംഗാളിൽ ഭരണം പോയപ്പോൾ പ്രകടനം നടന്നത് ബംഗ്ലാദേശിൽ ധാക്കയിലായിരുന്നു. ഇത്തവണ ഈ പ്രശ്നത്തിൻ്റെ പേരിലും ബംഗ്ര മോസ്ക് അടച്ചുപൂട്ടുന്നു, പൊളിച്ചു നീക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നറിഞ്ഞപ്പോൾ ധാക്കയിലെ ബൈത്തുൽ മുഖറാം മോസ്കിൽ വലിയ പ്രതിഷേധം നടന്നിട്ട് ഒരാളെ അങ്ങ് വധശിക്ഷയ്ക്ക് വിധിച്ചു. ആരെയാണെന്നറിയോ? സുവേന്ദു അധികാരി അല്ല കേട്ടോ, സൗരവ് സിക്ദാർ, BJP MLA. ഈ സൗരവ് സിക്ദാർ എന്ന് പറയുന്ന BJPയുടെ ദുഷ്ടനും കശ്മലനും ക്രൂരനും പൈശാചികനും ഈ പറയാവുന്നതൊക്കെ ആയ ഈ MLA മുഖ്യമന്ത്രി സുവേന്ദു അധികാരിക്ക് ഒരു കത്തെഴുതി കൊടുത്തത് കൊണ്ടാണ്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മോസ്ക് ഇപ്പോൾ പൊളിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഇവനെ വെച്ചേക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സൗരവ് സിക്ദാർ എന്ന് പറയുന്ന BJP MLAക്കെതിരെ വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിലെ സുഡാപ്പികൾ. സൗരവ് സിക്ദാറിനെ കൊന്നാൽ അവന് സാമ്പത്തിക സഹായം നൽകും എന്നുവരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിലാണ്. ഇവിടെ വന്ന് കൊൽക്കത്തയിൽ വന്ന് പശ്ചിമ ബംഗാളിൽ വന്ന് കൊല്ലാനായിട്ടൊന്നും വന്ന് നോക്കിയ പോലീസ് ഇപ്പോൾ സുവേന്ദുവിൻ്റെ പോലീസാണ്. ഇടിക്കൊരു പഞ്ഞം ഉണ്ടാവത്തില്ല. വെടിയും തുടങ്ങിയിട്ടുണ്ട്. യോഗി ചെയ്യുന്ന അതേ പരിപാടി പശ്ചിമ ബംഗാളിൽ സുവേന്ദു ചെയ്തുകൊണ്ടിരിക്കുക. ഒരു വലിയ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. യോഗിയോടൊപ്പം മത്സരിക്കാൻ വേണ്ടി കോമ്പറ്റീഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന രണ്ട് മിടുക്കന്മാരെ നിങ്ങൾക്കറിയാം. ഒന്ന് ആസാമിൽ നിന്ന് ഹിമന്ത ബിശ്വ, ഇപ്പോൾ മറ്റൊരു എതിരാളി വന്നിരിക്കുന്നു പശ്ചിമ ബംഗാളിൽ സുവേന്ദു. ആശാനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ഗുരുവിൻ്റെ അടുത്ത് പോയി വരം വാങ്ങിയ പോലെയാണ് ഈ രണ്ടുപേരും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ സൗരവ് സിക്ദാറിനെ തട്ടാനായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് ആരെങ്കിലും പശ്ചിമ ബംഗാളിലേക്ക് വന്നാൽ പടം പോലും ചിലപ്പോൾ കിട്ടത്തില്ല. ഏതായാലും രാജ്യത്തിന് തന്നെ അപമാനകരമാകുന്ന ഒരു നിലപാട്, ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിനാകെ അപകീർത്തി ഉണ്ടാക്കുന്ന നിലപാട്, പള്ളി അവിടെ തന്നെ ഇരിക്കും, വേണമെങ്കിൽ വിമാനത്താവളം മാറ്റിക്കോ എന്ന് പറയുന്ന പ്രതിലോമകരമായ നിലപാടെടുത്ത് ഇന്ത്യയിലെ മുഖ്യധാരയിലുള്ള നല്ലവരായ എല്ലാ മുസ്ലിങ്ങൾക്കും മാനക്കേടുണ്ടാക്കുന്ന നിലപാടായിരുന്നു.
പക്ഷെ അതിന് മുന്നിൽ തോൽക്കില്ല, വഴങ്ങില്ല, പൊളിക്കേണ്ടത് പൊളിക്കും എന്ന് തന്നെ സുവേന്ദു തീരുമാനിച്ചു. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച നിസ്കാരം ഇല്ല. ബങ്കറ മോസ്കിന് പൂട്ട് വീണു. ഇനി ബുൾഡോസർ വരുന്ന ദിവസം നമ്മളത് ഹർഷാരവത്തോടെ നമ്മളത് കാണും. അതിൻ്റെ വാർത്തകളും അതിൻ്റെ വിഷ്വൽസും പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഇന്ത്യ ലൈവ് കാണിക്കും. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണേ.